അധികാരം കൈവരുന്നുണ്ടെന്ന പരമ്പരാഗത ധാരണ പുരുഷന്മാർ തിരുത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഭാര്യമാരുടെ സഹനത്തെ സമ്മതമായും മൗനത്തെ അംഗീകാരമായും തെറ്റിദ്ധരിക്കരുതെന്നും കോടതി പറഞ്ഞു. ഭാര്യയുടെ സുരക്ഷിതത്വവും സ്വാസ്ഥ്യവും ആത്മാഭിമാനവും ഉറപ്പുവരുത്തുക എന്നത് വിവാഹബന്ധത്തിലെ സുപ്രധാന ചുമതലയാണെന്നും ഉത്കൃഷ്ട മൂല്യങ്ങളെ അടിസ്ഥാനമാക്കുന്ന ഇന്ത്യൻ വിവാഹ സമ്പ്രദായം പുരുഷാധിപത്യത്തിൻ്റെ നിഴലിൽ നിന്ന് മുക്തമായി സമത്വത്തിലേക്കും പാരസ്പര്യത്തിലേക്കും മാറണമെന്നും കോടതി നിരീക്ഷിച്ചു. 80 പിന്നിട്ട ഭർത്താവിനെ ഗാർഹിക പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിയ കീഴ്ക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഈ നിരീക്ഷണം നടന്നത്. പ്രാന്തലമായിരുന്ന കേരളം മാനവാലമായി മാറിയെന്നും നവോത്ഥാന നായകർക്ക് ഇതിൽ വലിയ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കിഫ്ബിയുടെ പ്രസക്തി ഗൗരവമായി ആലോചിക്കണമെന്നും പഴയകാലത്തെ കേരളത്തെക്കുറിച്ച് ഓർക്ക് നല്ലതാണെന്നും ഇന്ന് കാണുന്ന സൗകര്യങ്ങളും അവസരങ്ങളും ഒരു കാലത്ത് ഇല്ലായിരുന്നുവെന്നും ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ കിഫ്ബിയെക്കുറിച്ച് ഒരു ആശങ്കയും വേണ്ടെന്നും അസാധ്യമെന്ന ഒരു വാക്കിന് സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലുള്ള SSK ഫണ്ടിൽ ആദ്യ ഗഡു അനുവദിച്ച കേന്ദ്ര സർക്കാർ 92.41 കോടി രൂപയാണ് പദ്ധതിയുടെ കേരളത്തിന് ലഭിക്കുക. കേരളം സമർപ്പിച്ച 109 കോടി രൂപയിലാണ് ഈ തുക അനുവദിച്ചത്. നോൺ റക്കറിംഗ് ഇനത്തിൽ 17 കോടിയാണ് ഇനി കിട്ടാനുള്ള ഫണ്ടിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. മുതിർന്ന CPM നേതാവ് EP ജയരാജൻ്റെ ആത്മകഥയ്ക്ക് കള്ളൻ്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടിരുന്നതെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. തൻ്റെ ആത്മകഥയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ജയരാജൻ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം. EP ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ താൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നുവെന്നും ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണമെന്നും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചതിന് ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ശോഭ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി അതിൻ്റെ 2ാം പതിപ്പിലൂടെ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിലാണ് പരിഷ്കരിച്ച കേരള സവാരി ആപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മെട്രോ, വാട്ടർ, മെട്രോ ഫീഡുകൾ, ബസ്സുകൾ, ഓട്ടോകൾ, കാബുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് ഡിസംബറോടെ മൾട്ടി മോഡൽ ഗതാഗത സംവിധാന ആപ്പായി കേരളം സവാരി മാറും. വൈകാതെ തന്നെ മറ്റ് ജില്ലകളിലേക്കും നഗരങ്ങളിലേക്കും പദ്ധതി വ്യാപിക്കുമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് 15 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. KS ശബരിനാഥൻ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് AC ജനറൽ സെക്രട്ടറി KS വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സ്ഥാനാർത്ഥിയാകും. വിജ്ഞാപനത്തിന് പിന്നാലെ LDFും 2 ദിവസം BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് വിവരങ്ങൾ. താമരശ്ശേരി ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ച രാഷ്ട്രീയ പാർട്ടി യോഗത്തിലും സമവായമായില്ല. ഫാക്ടറി തുറക്കാൻ ഉടമകളെയും സമരസമിതിയെയും ഒരുമിച്ച് ഇരുത്തി ചർച്ച വേണമെന്ന് LDF ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ടെന്നും LDF പ്രതിനിധികൾ വ്യക്തമാക്കി. മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് UDF കക്ഷികൾ വ്യക്തമാക്കി. ഫാക്ടറി ഉടമകളുമായി ചേർന്ന് ചർച്ച നടത്താനാവില്ലെന്നും അവർ പറഞ്ഞു. ഓപ്പറേഷൻ സൈഹണ്ടിൽ അറസ്റ്റിലായ പെരുമ്പാവൂർ സ്വദേശി ഹസൻ അനസ് ആരിസ് ബീരാൻ MPയുടെ PA പ്രവർത്തിച്ചില്ലെന്ന് MPയുടെ ഓഫീസ് പഠനകാലത്ത് MB ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നാൽ PA ആയി പദവി